ജോണേ, ഇപ്പോൾ നമ്മൾ ലഹരിക്കെതിരെ പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ചെയ്തിരുന്നു. ഇതിൽ നമ്മുടെ 2 സംവിധായകർ പിടിയിലായി എന്നും 1.6 ഗ്രാം അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ വീഡിയോ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലുമൊക്കെ അതിന് നമ്മുടെ പ്രേക്ഷകരാണ് ചെയ്ത കമൻറ്റുകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇവരെല്ലാം ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നാണോ ഇവർ ആഗ്രഹിക്കുന്നത് എന്ന് തോന്നുന്ന തരത്തിലുള്ള പല കമൻറ്റുകളും വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആശങ്ക ഉയർത്തുകയാണ്. ഇപ്പോൾ നമ്മുടെ വേടനെക്കുറിച്ചുള്ള വാർത്തകൾക്ക് പോലും പലരും പറയുന്നത് എന്താണ്, വേടൻ്റെ പാട്ടുകളും രാഷ്ട്രീയവും നമ്മൾ അംഗീകരിക്കുന്നു, പക്ഷേ കഞ്ചാവ് കൈവശം വെച്ച് അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ ആ ഒരു കുറ്റത്തിൻ്റെ മേൽ വേടൻ്റെ പാട്ടുകളെ നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ ഈ പ്രേക്ഷകർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നത്. ലഹരിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമെന്നാണോ ഇവർ ആഗ്രഹിക്കുന്നത്? നമ്മൾ ആദ്യം വിചാരിച്ചത് നമ്മുടെ പോസ്റ്റിൻ്റെ താഴെയാണ് ഈ കമൻറ്റുകൾ വന്നിട്ടുള്ളതെന്നാണ്. ഞാൻ ധാരാളം തെറിവിളി വരുന്നുണ്ട്, തെറിവിളിക്കുന്നു, അത് പ്രശ്നമില്ല. ഇല്ല, അത് കഞ്ചാവ് നിയമം അനുവദിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്ന കമന്റ് നമുക്ക് മാത്രമല്ല, നമ്മളെ ന്യായീകരിക്കുന്നവർക്കും വരുന്നുണ്ട്. ഉണ്ട്. അല്ല, അപ്പോൾ ഇങ്ങനെ കമൻറ്റുകൾ വരുന്നു. ഈ കമൻറ്റുകൾ അപ്പോൾ എൻ്റെ ഒരു ധാരണ നമ്മുടെ പോസ്റ്റിന് താഴെയുള്ള കമൻറ്റുകളാണല്ലോ, വേറെ ആരെയും തെറിവിളിക്കുന്നതായിട്ട് കാണുന്നില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇന്ന് ഈ തിരൂർ സബ് കളക്ടറുണ്ട് ദിലീപ് കൈനിക്കര, അദ്ദേഹത്തിൻ്റെ ഒരു FB പോസ്റ്റുണ്ട്. അത് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നമ്മുടെ അടുത്ത് മാത്രമല്ല, ഈ ലഹരിക്കെതിരെ ഈ വാർത്ത ആരൊക്കെ കൊടുത്തിട്ടുണ്ടോ അതിന് താഴെ എല്ലാം വന്ന് ഇതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന തരത്തിൽ ഈ കമൻറ്റ് ഇടുന്ന ആളുകൾ ഇവരിവിടെ ഇടുന്നുണ്ട്, അവിടെയും പോകുന്നുണ്ട്. എല്ലായിടത്തും കറങ്ങി നടന്നിട്ട് അവിടെ എല്ലാം പോയി ഈ കമൻറ്റ് വാരി വിതറുകയാണ്. അതായത് ഇത് സെയിം കമൻറ്റുകളൊക്കെയാണ്. വെറും 1.5 ഗ്രാം കഞ്ചാവ് പിടിച്ചതിനാണോടാ നീ ഇങ്ങനെ കിടന്ന് പറയുന്നത് എന്ന് ചോദിക്കും. ഈ സാധനം തന്നെ പലയിടങ്ങളിൽ ഇടുന്നുണ്ട്. അതുപോലെ കഞ്ചാവല്ലേ, വെറും കഞ്ചാവല്ലേ, രാസലഹരിയൊന്നുമല്ലല്ലോ, കഞ്ചാവ് പിടിച്ചതിനാണോ ഇത്രയും, പിന്നെ വമ്പൻ സ്രാവം എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അത് പിന്നെ നമുക്ക് മാത്രമുള്ളൊരു സ്പെഷ്യൽ സാധനമാണ്. എന്തായാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1.5 ഗ്രാം കഞ്ചാവായാലും 2 ഗ്രാം കഞ്ചാവായാലും ഇനി 1/2 ഗ്രാം ആണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കഞ്ചാവ് നിയമവിധേയമായി ഉപയോഗിക്കാൻ നമുക്ക് അനുമതിയില്ല. അപ്പോൾ നിയമവിധേയമല്ലാത്ത, ഇപ്പോൾ കഞ്ചാവെന്നല്ല മറ്റേത് ക്രിമിനൽ കുറ്റമായാലും നിയമവിധേയമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളതിനെതിരെ പ്രതികരിക്കും, അതിനെതിരെ സംസാരിക്കും. ഇതിനകത്ത് ഖാലിദ് റഹ്മാൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ അവരെ കുറ്റപ്പെടുത്തിയല്ല, അവിടെ നിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ആ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഈ നോവുന്ന ആളുകൾ ഒന്നുകൂടെ കരയുക എന്നുള്ളതല്ലാതെ നമുക്ക് വേറൊന്നും പറയാനില്ല. അതല്ലേ, ഇപ്പം കഞ്ചാവ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതല്ല ഇവിടെ വിഷയം. അതെ, നിയമം അത് കൈവശം വയ്ക്കാൻ അനുവദിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം 1.5 ഗ്രാമല്ലേ, സ്റ്റേഷൻ ജാമ്യം കിട്ടുമല്ലോ. ജാമ്യം കിട്ടണമെങ്കിൽ അവിടെ അകത്താകുമ്പോഴല്ലേ ജാമ്യം കിട്ടുന്നത്. നിയമം പാലിക്കുക എന്നത് ഏതൊരു പൗരൻ്റെയും കടമയാണ്. അപ്പം അത്രേ ഇവിടെ പറയുന്നുള്ളൂ. അത് മാത്രമല്ല, ഈ നമ്മൾ ചെയ്യുന്ന ഈ കമൻ്റ് ഇടുന്ന ആളുകൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ പിന്നെ അവർ പറയുന്നുണ്ട് ഇതൊക്കെ തായ്ലൻഡിൽ ലീഗലാണ് എന്ന് പറയുന്ന, തായ്ലൻഡിൽ പോയി താമസിക്കാം. അതെ, ഇതൊരു പ്രൊപ്പഗൻഡയാണ്. അതായത് ഇതിനെ ഗ്ലോറിഫൈ ചെയ്ത് ഇത് വെറും കഞ്ചാവല്ലേ, ഇത് തായ്ലൻഡിൽ നിയമവിധേയമാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിദേശ രാജ്യത്ത് നിയമവിധേയമാണ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ ഇങ്ങനെ ഒരു പ്രൊപ്പഗൻഡ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിൻ്റെ പിന്നിൽ ലഹരി മാഫിയ, അതെ, അതിൻ്റെ പിന്നിൽ ലഹരി മാഫിയുണ്ട്. ഇത് സർവ്വസാധാരണമാണ് എന്ന് പറഞ്ഞ് യുവതലമുറയെ വഴിതെറ്റിക്കും. ഇപ്പോൾ കഞ്ചാവ് ഉപയോഗിച്ച് തുടങ്ങുന്ന കുട്ടികൾ അവർ ലഹരിയിലേക്ക് പോകുമ്പോൾ കഞ്ചാവ് ഉപയോഗിച്ച് തുടങ്ങുന്ന ആളുകളാണ് പിന്നീട് രാസലഹരിയിലേക്ക് പോകുന്നത്. രാസലഹരിയിലേക്ക് പോകുമ്പോൾ അത് വലിയ വീര്യം കൂടിയത് തേടിയുള്ള യാത്രയാവും. ചെറിയ രീതിയിൽ ആദ്യം മുറിബീഡി വലിക്കുക, അത് സിഗരറ്റിലേക്ക് മാറുക, പിന്നെ അത് പണ്ടത്തെ കാലത്ത് വീര്യം കൂടിയതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ പ്രേരിപ്പിക്കപ്പെടും. അതെ, അവർ അതിൻ്റെ ഭാഗമായി മാറും. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ സബ് കളക്ടർ പറഞ്ഞതുപോലെ നമ്മളൊരു ലഹരിക്കെതിരെയുള്ള ഒരു ജനകീയ മുന്നേറ്റം പലയിടങ്ങളിലും നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനെയെല്ലാം ആ ജനകീയ മുന്നേറ്റത്തെ തന്നെ ഇല്ലാതാക്കണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഇവരിറങ്ങിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ചെറിയ തോതിൽ 1/2 മില്ലിഗ്രാം ആയാൽ പോലും അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കണ്ണിയാകുക എന്നുള്ളതാണ്. ആ കുറ്റകൃത്യത്തിൻ്റെ കണ്ണിയാകുകയാണ്. ഉപയോഗിക്കുമ്പോൾ കണ്ണിയാകുന്നത് പോലെ തന്നെയാണ് കൈവശം, എനിക്ക് തോന്നുന്നത് കൈവശം വെക്കുന്നതും അതിൻ്റെ ഭാഗമാണ്. ഈ അനുകൂലിച്ച് കമൻ്റ് ഇടുന്നവരും ഇതിന്റെ ഭാഗമായി തന്നെയാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കമന്റ് ഇടുന്നവർ, ലഹരി ഉപയോഗത്തിന് എന്താണ് കുഴപ്പം എന്ന് ചോദിച്ച് കമന്റ് ഇടുന്ന ഒരാളും
ഇതിന്റെ കണ്ണിയാണെന്ന് തന്നെ കണ്ണിയാകുകയാണ്. അല്ല, അത് ഇതിനകത്തൊരു കമൻറ്റ് ഞാൻ വായിക്കാം. ഇത് FBയിലാണ്, ഫേസ്ബുക്കിലാണ് ആ കമൻറ്റ് വന്നിട്ടുള്ളത്. നമ്മുടെ വീഡിയോയുടെ താഴെയാണ് ഖാലിദ് റഹ്മാനെതിരെ പറഞ്ഞിട്ടുള്ള, ഖാലിദ് റഹ്മാനെതിരെ അല്ല, ആ വാർത്ത ചെയ്തതിന് താഴെയുള്ള അത്. ആ കമൻറ്റ് ഇട്ട ആളുടെ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് നമ്മളങ്ങനെ പബ്ലിസിറ്റി കൊടുക്കണ്ട, നമ്മൾ ചുളിവിൽ പബ്ലിസിറ്റി അങ്ങനെ വേണ്ട, നമ്മൾ പറഞ്ഞിട്ട് ഇയാളങ്ങ് പ്രശസ്തനാകണ്ട. അവർ നിന്നെ പിടിച്ച് വിഴുങ്ങിയോ? തെറ്റുപറ്റാത്തവർ ആരും ഇല്ല ഗോപു ഒന്ന് നമ്മൾ മനസ്സിൽ വായിക്കണം. അവർ ഒന്ന് കുടുങ്ങിയപ്പോൾ നാട്ടുകാരെ മൊത്തം വിളിച്ച് പറഞ്ഞു നാറ്റിക്കാൻ എന്താണ് ഒരു ആവേശം. ഈ പറഞ്ഞ അടുത്ത സാധനം വരുന്നുണ്ട്. 1.5 ഗ്രാം കഞ്ചാവ് പിടികൂടി പോലീസ് പിടിച്ച് വിട്ടയച്ചു. എന്നിട്ട് ഇവിടുത്തെ സോഷ്യൽ മീഡിയ വിടുന്നില്ല. വേറൊരാൾ പറഞ്ഞിട്ടുണ്ട് പണിയെടുത്ത് ജീവിക്കടാ പറയുന്നത്. നമ്മുടെ പണിയല്ലേ നമ്മൾ ചെയ്യുന്നത്. അടുത്ത ആൾ പറയുന്നത് വലിയ കാര്യമായിപ്പോയി. 2 ഗ്രാം കഞ്ചാവിന് വലിയ കേസൊന്നുമില്ല മലരെ എന്ന് പറയുന്ന ഒരാളും ഉണ്ട്. പിന്നെ ശ്രാവിനെ കുറിച്ചൊക്കെ പറയുന്നു. അപ്പോൾ എന്തായാലും തെറ്റ് ചെയ്താൽ ആരും ഒന്നുമല്ല എന്ന് വേറൊരാൾ പറയുന്നുണ്ട്. അല്ല, ആ തിരിച്ചറിവുള്ള ആൾക്കാരില്ല എന്നല്ല, പക്ഷേ ഈ കൂടുതൽ പേര് പ്രതികരിക്കാൻ വരുന്നവരെല്ലാം ഈ തിരിച്ചറിവില്ലാതെ, അതായത് അവർ ഈ ചെയ്യുന്നത് എന്തെന്ന് പോലും അവർ അറിയുന്നില്ല. അങ്ങനെയാണ് ഈ കമന്റുകൾ ഇടുന്നത്. ഈ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലുമാണ്. ഇൻസ്റ്റയിലാണ് വലിയ തോതിലുള്ള തെരുവിളി. ഈ തള്ളയ്ക്ക് വിവരമില്ലെന്ന് പറഞ്ഞു. തള്ളയെന്നൊന്നും വിളിച്ചെന്ന് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല. ഞാനൊരു കൊച്ചിൻ്റെ തള്ള തന്നെയാണ്. അതുകൊണ്ട് ആ തള്ളയെന്ന വാക്കൊന്നും എന്നെ തളർത്തില്ല. സാരമില്ല. അല്ല, ഇത് നമുക്കെതിരെ എന്ന് മാത്രമല്ല, ലഹരിക്കെതിരെ ആ സമയത്ത് വർത്തമാനം പറഞ്ഞിട്ടുള്ള മുഴുവൻ ആളുകളുടെ പിന്നെ പോസ്റ്റിന് താഴെയും അല്ലെങ്കിൽ വീഡിയോകളുടെ താഴെയും ചെന്നിട്ട് ഈ അതൊരു അജണ്ടയാണ്. അത് ചെന്നിട്ട് ഒരു സൈബർ അറ്റാക്ക് നടത്തുക. അങ്ങനെ അറ്റാക്ക് നടത്തിയിട്ട് ഇത് നിസ്സാരമല്ലേ എന്ന് നിസ്സാരവൽക്കരിക്കുകയാണ്. ഇത് 1.5 ഗ്രാം കഞ്ചാവ് പിടിച്ച് അല്ലെങ്കിൽ 1/2 ഗ്രാം കഞ്ചാവ് പിടിച്ചതിനാണോ, അതൊന്നും വലിയ കേസല്ല. പക്ഷേ അതൊരു ലഹരി വസ്തുവാണ്. നമ്മുടെ നാട്ടിൽ അത് നിയമവിധേയമല്ല, ഉപയോഗിക്കാൻ സാധ്യമല്ല. അപ്പോൾ നിയമവിധേയമല്ലാത്ത ഒരു നിയമം ലംഘിക്കണം. നിയമം ലംഘിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വാഴ്ത്തിപ്പാടണം എന്നൊക്കെ നമ്മൾ ആളുകൾ വിചാരിച്ചുകൊണ്ടിരുന്ന നടക്കുന്ന കാര്യമല്ലല്ലോ. കുട്ടികൾക്ക് ഇത് ആവശ്യമാണ് എന്നുള്ള തരത്തിലേക്ക്, ചെറുപ്പക്കാർക്ക് ഇത് ആവശ്യമാണ്. ക്രിയേറ്റിവിറ്റിക്ക് ഇത് ഈ പറഞ്ഞ പോലെ ഈ കഞ്ചാവ് പുകച്ചതുകൊണ്ടൊന്നും ക്രിയേറ്റിവിറ്റി ഉണ്ടാവില്ല. അത് ബേസിക്കലി നമ്മുടെ ഉള്ളിൽ ഈ സാധനം ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സർഗ്ഗവാസന എന്ന് എൻ്റെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ അത് പുറത്തേക്ക് വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ കഞ്ചാവ് വലിച്ചിട്ട് അക്രമം ചെയ്യുമല്ലോ, അവരെല്ലാം പോയി സിനിമ എടുത്താൽ മതി. ഇവിടെ എത്രയോ നമുക്കറിയാവുന്ന എത്രയോ ആളുകൾ കഞ്ചാവ് വലിക്കുന്നുണ്ട്. അത് കഞ്ചാവ് വലിച്ച് മാനസികമായി പ്രശ്നം ഉണ്ടായി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുകയാണ്. കുടുംബം ഒക്കെ പ്രശ്നത്തിലായി മാനസികമായി പ്രശ്നങ്ങളുമായി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ പോയിരുന്ന സിനിമ എടുത്താൽ മതിയല്ലോ, അവരെ ഏൽപ്പിച്ചാൽ പോരെ. ഈ കമന്റ് ഇടുന്നവർ ചിലപ്പോൾ കമന്റ് മാത്രമേ ഇടുകയുള്ളൂ, ചിലപ്പോൾ ഇത് ഉപയോഗിക്കില്ലായിരിക്കും. പക്ഷെ ചെറുതായി ഉപയോഗിക്കുന്നവർ ഈ കമന്റ് കണ്ട് വീണ്ടും പിന്നെന്താ അതിനൊരു കുഴപ്പം, നമുക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു പോകുന്നവരായിരിക്കും ബാക്കിയുള്ളവർ. അതെ, അല്ല, ഈ കമന്റ് ഇടുന്നവർ, ഞാനതാ പറഞ്ഞത്, ഈ കമന്റ് ഇടുന്നവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു പ്രൊപ്പഗണ്ട സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൊപ്പഗണ്ടയ്ക്ക് അനുകൂലമായിട്ട് ആളുകളെ മാറ്റുക. അപ്പോൾ ഒരു ആൾ വന്നിട്ടിങ്ങനെ ലഹരിയോട് താല്പര്യമുള്ള ഒരാൾ വന്ന് നോക്കുമ്പോൾ ശരിയാണല്ലോ, 1.5 ഗ്രാം പിടിച്ചതിന് എന്തിനാ മുതിർന്ന ആൾക്കാരെ നോക്കുന്ന പോലെയല്ലേ ചെറിയ പിള്ളേർ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ പിള്ളേരാണ്, യൂത്ത്, അവരായിരിക്കും ഇത് നോക്കുന്നത്. അപ്പൊ അവർ ഈ കമന്റ് അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട് കേട്ടോ. വീഡിയോ കണ്ടില്ലെങ്കിൽ കമന്റ് വായിക്കാന്ന് പറയും. ഈ കമന്റ് വായിക്കുമ്പോൾ കൊച്ചു പിള്ളേർ വായിക്കുമ്പോൾ അതിൽ വരുന്നതിൽ ഇതിനെന്താ കുഴപ്പം, അവർ വലിയ സംവിധായകരാണ്, അവർ കഞ്ചാവ് കയ്യിൽ കരുതിയതിന് എന്ത് കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ ഈ പിള്ളേരുടെ മനസ്സിൽ പീഡിയപ്പെടുന്ന ഒരിതുണ്ട്. എന്താണ് അത് കുഴപ്പമില്ല, കഞ്ചാവ് ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല എന്നുള്ളത്. അവിടെ അത് ആ ഭാവി തലമുറയാണ് അവരെ ഈ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. എത്രത്തോളം ദ്രോഹമാണ് ചെയ്യുന്നത്. ഇപ്പം അത് അവരപമാനിക്കുന്നത് നമ്മളെ അല്ല, അവർ നമ്മുടെ വീഡിയോയ്ക്കിടയിൽ ഈ ലഹരിയെ അനുകൂലിച്ചുകൊണ്ട് കമന്റ് ഇടുന്നവർ ഓർക്കേണ്ടത് അവരുടെ വേണ്ടപ്പെട്ട കുട്ടികൾ പോലും ചിലപ്പോൾ അത് കണ്ടിട്ട് ലഹരി നല്ലതാണ്, അത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് ഒരു തോട്ട് അവർക്ക് ഉണ്ടാവാൻ സാധിക്കും. ആ ഒരു തിരിച്ചറിവാണ് ഉണ്ടാവേണ്ടത്. അതെ, അപ്പോൾ ആ ഒരു തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. വ്യാപകമായി റെയ്ഡ് നടക്കുന്നു, പല ആളുകളെയും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളൊക്കെ അറസ്റ്റിലാകുന്നു. അപ്പം ഉപയോഗിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അതെല്ലാം പരസ്യമായ രഹസ്യമാണ്. സിനിമാ മേഖലയിലായാലും മറ്റ് കലാരംഗത്തൊക്കെ ഇപ്പോൾ പോലീസിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഒരു ഗായിക ഉൾപ്പെടെ രാസലഹരി ഉപയോഗിക്കുന്ന ഗായിക ഉൾപ്പെടെ ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് നേരത്തെ വന്നതാണ്. സ്റ്റേജ് ഷോ നടത്തുന്ന പല ആളുകളും ഇത് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതിനെല്ലാം ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് നമുക്കിഷ്ടപ്പെട്ട ഒരാൾ ഇത് ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട്
അത് നല്ലതാണ് എന്ന് പറയുകയും അതിനെ ഗ്ലോറിഫൈ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നമാകുന്നത്. പ്രത്യേകിച്ചും ഈ സിനിമാ മേഖലയിലുള്ളവരെല്ലാം സാധാരണ ആൾക്കാരെ ഒരുപാട് സ്വാധീനിക്കുന്നതാണ്. സംഗീതമായി ബന്ധപ്പെട്ടവരായാലും സിനിമാ സംവിധായകർ, നടന്മാരെല്ലാം. അപ്പോൾ അവർ കുറച്ചുകൂടി സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഈ കാര്യങ്ങൾ സൂക്ഷിക്കണ്ടേ? അത് അവരുടെ ഒരു പ്രവൃത്തി കൊണ്ടൊരു സന്ദേശം ആൾക്കാരിലേക്ക് എത്തരുത്, മോശപ്പെട്ടൊരു സന്ദേശം എത്തരുത്. അവരുടെ പ്രവൃത്തി അതായത് കുട്ടികളിൽ പോലും ഒരു ദോഷം പ്രവണത ഉണ്ടാക്കരുത് എന്നതിൽ അവർ ബോധവാന്മാരാവേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ തീർച്ചയായിട്ടും വ്യക്തിപരമായ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്, ശരിക്കും അവർ ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷെ ആ സാഹചര്യം അത് മറ്റുള്ളവരിലേക്ക് എത്തരുത് എന്നുള്ള ഒരു ബോധ്യമെങ്കിലും അവർക്ക് ഉണ്ടാവേണ്ടതാണ്. നമ്മളൊരു വലിയ ഐക്കണായി മാറിക്കഴിയുമ്പോൾ നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം നമ്മൾ എന്താണോ അത് ഞാനിങ്ങനെയൊക്കെ തന്നെ ആണെന്നല്ല, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ്, നമ്മൾ മാറുകയാണ്. പണ്ടൊരു കഥയുണ്ട്, ഒരു മോഷ്ടാവ് അയാൾ മോഷ്ടിച്ചു. അങ്ങനെ അയാൾ ഓടി രക്ഷപ്പെട്ട് ഒരു ആലിൻ്റെ ചോട്ടിൽ വന്നിട്ട് കണ്ണടച്ച് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ അയാൾ ഓടിച്ച ആളുകൾ വരുവാണ്. അപ്പോൾ കണ്ണടച്ചിരുന്നു, ആളുകൾ ഓടിയൊന്നും ഇയാളെ കണ്ടില്ല. കുറേ ദൂരം ഓടി വന്ന ആലിൻ്റെ ചോട്ടിൽ കണ്ണടച്ച് ഇങ്ങനെ ധ്യാന നിമഗ്നനായിരിക്കുകയാണ്. അപ്പോഴാണ് കുറേ ആളുകൾ നോക്കിയപ്പോൾ, ആ ഗ്രാമത്തിൽ കുറേ ആളുകൾ നോക്കിയപ്പോൾ ആലിൻ്റെ ചോട്ടിൽ ഇയാൾക്ക് താടിയൊക്കെ ഉള്ള ഒരാൾ വന്നിട്ട് അപ്പം പറഞ്ഞു, അയ്യോ പുതിയൊരു സന്യാസി വര്യൻ വന്നിരിക്കുന്നു. അങ്ങനെ പഴങ്ങൾ കൊണ്ടുവച്ച് കൊടുത്തു. അപ്പോൾ ഓരോരുത്തർ പിറ്റേ ദിവസം രാവിലെ ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുന്നു. അപ്പോൾ ഇദ്ദേഹം കണ്ണടച്ചിരിക്കുന്നു, കഴിക്കുന്നു, വീണ്ടും ധ്യാനത്തിലിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടാവുകയാണ്. ഇദ്ദേഹത്തിൻ്റെ മനസ്സിലെ ചിന്ത എന്ന് പറഞ്ഞാൽ, ഞാനൊരു കള്ളനായിട്ട് പോലും ആളുകൾ എന്നെ വന്ന് വണങ്ങുന്നു, പ്രാർത്ഥിക്കുന്നു, ഭക്ഷണം തരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നന്നായാൽ, ഞാനൊരു നല്ലവനായി മാറിയാൽ ഈ ആളുകൾ എന്നെ കൂടുതൽ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യില്ലേ? എന്ന് തൊട്ട് അയാൾ നന്നാകാൻ തുടങ്ങി, നല്ല മനുഷ്യനായി മാറി, പരിവർത്തനം വന്നു. ഇവിടെ യാതൊരു കാരണവശാലും ഈ സമൂഹം പരിവർത്തനത്തിലേക്ക് പോകരുത്, അല്ലെങ്കിൽ കുട്ടികൾ ലഹരിയുടെ അടിമകളായി ഈ രാജ്യത്തെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടെ അതിനകത്തുണ്ട്. അതൊരു വലിയ ലക്ഷ്യമാണ്. നമ്മുടെ രാജ്യത്തെ ലഹരി മാഫിയ തകർക്കാൻ ശ്രമിക്കുന്നു. അതിന് കുടപിടിക്കുന്ന തരത്തിൽ ഈ കമൻ്റ് ഇടുന്ന ആളുകൾ മാറരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അല്ല, ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആണെന്ന് ആരും കരുതരുത് എന്ന ഒരു അഭ്യർത്ഥനയാണ് ഉള്ളത്. കാരണം പണ്ട് പറയില്ലേ, മൂത്തതിനെ കണ്ടല്ലേ ഇളയത് പഠിക്കുന്നത് എന്ന് ആ ഒരു പ്രയോഗം ഉണ്ടല്ലോ പണ്ടേ. അപ്പം ഇപ്പം അത് മാറിയിട്ട് സെലിബ്രിറ്റീസിനെ കണ്ട് ആൾക്കാർ ഫോളോ ചെയ്യണം, അതിൽ അഡിക്റ്റഡ് ആവുകയാണ്. സെലിബ്രിറ്റീസിനെ കണ്ട് അത് ഫോളോ. അപ്പോൾ ആ സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത് ഈ എന്തും ചെയ്യാനുള്ളൊരു ലൈസൻസ് അല്ല. നിങ്ങളെ കാണുന്നത് ഒരുപാട് പേരാണ്, അടുത്ത തലമുറ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും സ്വാധീനിക്കും. ആ ഒരു ബോധ്യം ഉണ്ടാകണം. അത്രേ ഉള്ളൂ.